ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ ലെഗ് സെമി ഫൈനലിൽ ആഴ്സണലും PSG-യും കൊമ്പുകോർക്കാൻ പോകുന്നു. ഇന്ന് രാത്രിയാണ് മത്സരം. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ്. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ആഴ്സണലിന്റെ തട്ടകത്തിലാണ് പോരാട്ടം എന്നുള്ളത് ഗണ്ണേഴ്സിന് ആത്മവിശ്വാസം പകരുന്ന അല്ലെങ്കിൽ അല്പം ആനുകൂല്യം നൽകുന്ന ഒരു ഘടകം തന്നെയാണ്. കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലിൽ, അതായത് ആദ്യ ലെഗ് ക്വാർട്ടർ ഫൈനലിൽ റയൽ മാഡ്രിഡിനെ എമിറേറ്റ്സിൽ 3-0 തകർത്തതിന്റെ ഒരു ആത്മവിശ്വാസം ആർട്ടേറ്റയുടെ ടീമിനുണ്ട്. അത് ആവർത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമുക്കിന്ന് അറിയേണ്ടത്. PSG സംബന്ധിച്ച് പറയുകയാണെങ്കിൽ PSG ഗംഭീരമായുള്ള അറ്റാക്കിംഗ് നിരയുള്ള ഒരു ടീമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലൂയിസ് എൻറിക്കയുടെ ശിക്ഷണത്തിൽ ഒരു ബ്രാൻഡ് ന്യൂ PSG ആണ് നമ്മൾ ഈ സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അവർ ഫ്രഞ്ച് ലീഗ് കിരീടം നേടിക്കഴിഞ്ഞു. അതുകൂടാതെ ഇപ്പം സെമിയിൽ എത്തിയിരിക്കുന്നു ചാമ്പ്യൻസ് ലീഗിന്റെ. ആഴ്സണലാണെങ്കിലും PSG ആണെങ്കിലും ഈ രണ്ട് ടീമിനും ഇതുവരെ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടമില്ല. അപ്പം കന്നി കിരീടം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. PSG ആണെങ്കിൽ 5-4 അഗ്രിഗേറ്റ് സ്കോറിനാണ് ആസ്റ്റൺ വില്ലയെ തകർത്തത്. ആദ്യ ലെഗിൽ പാരീസിൽ 3-1 ജയിച്ചെങ്കിലും രണ്ടാം ലെഗിൽ 3-2 പരാജയപ്പെടേണ്ടി വന്നു. PSG-യുടെ ഇപ്പം റീസെന്റ് ഫോം കുറച്ചൊന്ന് താഴോട്ടാണ്. കാരണം ഏറ്റവും ഒടുവിൽ നടന്ന ഫ്രഞ്ച് ലീഗിലെ മത്സരത്തിൽ അവർ 3-1 നീസിനോട് പരാജയപ്പെട്ടിരുന്നു. ഈ സീസണിൽ ഫ്രഞ്ച് ലീഗിൽ ഇതിനു മുമ്പ് അവർ പരാജയം അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ തോൽവിയാണ്. കിരീടമൊക്കെ നേരത്തെ തന്നെ നേടിയിരുന്നെങ്കിൽ പോലും ആ ഒരു തോൽവി PSG-ക്ക് ചെറിയൊരു തിരിച്ചടിയാണ്. അതുകൂടാതെ തന്നെ അവസാന മത്സരം ചാമ്പ്യൻസ് ലീഗിലെ രണ്ടാം ലെഗ് ക്വാർട്ടറിൽ ആസ്റ്റൺ വില്ലയോട് 3-2 ഇംഗ്ലണ്ടിൽ പരാജയപ്പെട്ടിരുന്നു, ബർമിംഗ്ഹാമിൽ പരാജയപ്പെട്ടിരുന്നു. അപ്പം ഈ ഒരു ചെറിയൊരു പ്രശ്നം PSG-ക്ക് ഉണ്ട്. ഇപ്പോൾ ആഴ്സണലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 12 മത്സരങ്ങൾ, അവസാനമായി കളിച്ച 12 മത്സരങ്ങളിൽ അവർ തോൽവി അറിഞ്ഞിട്ടില്ല. റയൽ മാഡ്രിഡിനെ 5-1 ആധികാരികമായ ഒരു മാർജിനിൽ തോൽപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസവുമായാണ് ആർട്ടേറ്റയുടെ ടീം എമിറേറ്റ്സിൽ വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നത്. അവസാന മത്സരത്തിൽ പ്രീമിയർ ലീഗിൽ അവസാന പോരാട്ടത്തിൽ ക്രിസ്റ്റൽ പാലസിനോട് 2-2 സമനിലയിൽ പിരിഞ്ഞെങ്കിലും അതിനുശേഷം ഒരു 6 ദിവസത്തോളം റെസ്റ്റ് ആഴ്സണലിന് ലഭിച്ചിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആയുള്ള കാര്യമാണ്. PSG-യേക്കാൾ കൂടുതൽ വിശ്രമം ലഭിച്ച് കുറച്ചും കൂടെ ഒരു എനർജിയോടെ വരുന്നത് ആഴ്സണലായിരിക്കും. പിന്നെ മത്സരം എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലാണെന്നുള്ളതാണ് ആഴ്സണലിന് ഏറ്റവും അനുകൂലമായ ഘടകം. ആദ്യ ലെഗിൽ റയൽ മാഡ്രിഡിനെതിരെ കാഴ്ചവെച്ചൊരു പ്രകടനം PSG-ക്കെതിരെയും ആർട്ടേറ്റയുടെ ടീം ലക്ഷ്യം വെക്കുന്നുണ്ട്. ആർട്ടേറ്റ തന്നെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇത് സൂചിപ്പിച്ചു. കാരണം ഒരു വളരെ സ്പെഷ്യലായുള്ള ഒരു പെർഫോമൻസ് ആണ് പ്രതീക്ഷിക്കുന്നത്. ആരാധകരും ആ രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണെന്നൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു മികച്ച പോരാട്ടം തന്നെ കാഴ്ചവെച്ച് ഒരു നല്ല ലീഡ് സ്വന്തമാക്കാനായിരിക്കും ആഴ്സണൽ ശ്രമിക്കുക. കാരണം ആദ്യ ലെഗിൽ ഒരു 2 ഗോളിൻ്റെ ലീഡെങ്കിലും നേടാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സെക്കൻഡ് ലെഗിൽ നല്ലൊരു അഡ്വാൻറ്റേജോട് കൂടി ആഴ്സണലിന് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം സെക്കൻഡ് ലെഗ് വരുന്നത് PSG-യുടെ തട്ടകത്തിലാണ്, സെക്കൻഡ് ലെഗ് സെമി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ലെഗിൽ ഒരു നല്ല വിജയം, മാക്സിമം എത്രത്തോളം മികച്ച രീതിയിൽ വിജയിക്കാൻ പറ്റുമോ അത് ആഴ്സണലിന് ഫൈനലിലേക്കുള്ള പാതയിൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ടീമിലേക്ക് വരികയാണെങ്കിൽ ആഴ്സണലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ടാങ്ക് തോമസ് പാർട്ടേ ഇല്ല എന്നുള്ളതാണ്. പാർട്ടയുടെ ഒരു അഭാവം ഒരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് ഡിഫൻസിന് കറക്റ്റായിട്ട് ഒരു ഷീൽഡ് നൽകുന്നതിൽ പാർട്ടേ വഹിക്കുന്ന ഒരു പങ്ക് വളരെ വലുതാണ്. നമ്മൾ റയൽ മാഡ്രിഡിനെതിരെയുള്ള ആദ്യ ലെഗ് ക്വാർട്ടറിൽ, ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യ ലെഗ് ക്വാർട്ടറിൽ നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ പാർട്ടേ വെറുതെ അനാവശ്യമായിട്ട് കാർഡൊക്കെ വാങ്ങി ഇപ്പം സസ്പെൻഷനിലായിരിക്കുകയാണ്. അപ്പോൾ പാർട്ടയ്ക്ക് പകരം ആ ഒരു ഡീപ്പർ റോളിൽ ആരെത്തും എന്നുള്ളതാണ്. മിക്കവാറും ഡെക്ലാൻ റൈസ് ആ റോള് കൈകാര്യം ചെയ്യാനാണ് സാധ്യത. മിക്കേൽ മെറീനോ തിരിച്ചെത്തും. അതായത് അദ്ദേഹത്തിന് പരിക്കൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അപ്പം അദ്ദേഹം കളിക്കുമെന്നാണ് പറയുന്നത്. അപ്പം പരിക്ക് അത്ര വലിയ വിഷയമല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് മിക്കേൽ മെറീനോയും പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ റോളിൽ ഡെക്ലാൻ റൈസും കളിക്കാനാണ് സാധ്യത. റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ ഒഡെഗാർഡ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മറ്റൊരു ഓപ്ഷൻ ആഴ്സണലിന് മുമ്പിലുള്ളത് ലൂയിസ് കെല്ലിയെ DM-ന്റെ റോളിൽ കളിപ്പിക്കുക എന്നുള്ളതാണ്. അതിലുള്ളൊരു സാധ്യത കുറവാണ്. കാരണം ലെഫ്റ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ മികച്ച പെർഫോമൻസ് ആണ് കഴിഞ്ഞ ക്വാർട്ടർ ലെഗുകളിൽ സ്കെല്ലി കാഴ്ചവെച്ച്. വെറും 17 വയസ്സുള്ള ഒരു താരത്തിൻ്റെ ഭാഗത്ത് ഇത്രയും മികച്ച പെർഫോമൻസ് ആരും പ്രതീക്ഷിച്ചില്ല. അതുമാത്രമല്ല, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചേഞ്ചിനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഡിഫൻസിൽ അവരുടെ ഏറ്റവും വലിയ ശക്തി, ആഴ്സണലിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഡിഫൻസ് തന്നെയാണ്. അപ്പം ആഴ്സണലിൻ്റെ ഡിഫൻസും PSG-യുടെ മുന്നേറ്റ നിരയും അല്ലെങ്കിൽ അറ്റാക്കിംഗ് നിരയും തമ്മിലുള്ള ഒരു ഫേസ് ഓഫ് എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റിലൻലെസ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു മുന്നേറ്റ നിരയാണ് PSG-ക്കുള്ളത്. ലെഫ്റ്റ് വിങ്ങിൽ പിച്ച, സെൻട്രൽ ഡെംബലെ, പിന്നെ റൈറ്റ് വിങ്ങിൽ മിക്കവാറും ബ്രാഡ്ലിയോ അല്ലെങ്കിൽ ഡെസേറോ ഡുവോ ആയിരിക്കും. അപ്പം ഈ 2 പ്ലേയേഴ്സും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ്, അപകടകാരികളാണ്. അപ്പം അത് തന്നെയായിരിക്കും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വില്യം സാലിബയും കിവിയോറും
ചേരുന്ന സെൻട്രൽ ബാക്ക് പെയറും പിന്നെ അതുകൂടാതെ റൈറ്റ് ബാക്ക് എന്നുള്ള രീതിയിൽ ജൂറിയൻ ടിംബറിൻ്റെ റോളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ മത്സരത്തിലൊക്കെ അവർ ഗംഭീര പെർഫോമൻസ്, മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. സാലിബയുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും. അപ്പോൾ ആഴ്സണലിൻ്റെ ഡിഫൻസ് എത്രത്തോളം ശക്തമാണെന്നുള്ളത് നമുക്കറിയാം. മെഗലസ് ഇല്ലെങ്കിൽ പോലും കിവിയോറൊക്കെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു മത്സരത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ മിഡ്ഫീൽഡ് നമ്മളുള്ളൊരു ബാറ്റിൽ അതും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ആഴ്സണലിൻ്റെ മിഡ്ഫീൽഡും പി എസ് ജിയുടെ മിഡ്ഫീൽഡ് എന്ന് പറയുമ്പോൾ വിറ്റീനിയെ പോലെ അത്രയും സ്ഥിരതയോടെ കളിക്കുന്ന ഒരു പ്ലെയർ, ശരിക്കും ഗെയിം കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയറാണ് വിറ്റീനിയയും ജാവോ നെവസും പിന്നെ ഫാബിയാൻ റൂയിസും അടങ്ങുന്ന പി എസ് ജിയുടെ മധ്യനിരയും ആഴ്സണലിൻ്റെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മധ്യനിര, അതായത് മിക്കൽ മെറീനോ ഉണ്ടാവും, പിന്നെ അതുകൂടാതെ ഒഡേഗാർഡും ഡെക്ലാൻ റൈസിൻ്റെ ഒരു പെർഫോമൻസ് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ 2 ക്വാർട്ടർ ലെഗുകളിലും റൈസിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. അപ്പോൾ ആദ്യ ലെഗിൽ റയൽ മാഡ്രിഡിനെ ഡിസ്ട്രോയ് ചെയ്തത് റൈസായിരുന്നു. റൈസിൻ്റെ 2 ഗംഭീര ഫ്രീ കിക്ക് ഗോളുകളായിരുന്നു. ഇപ്പോൾ സെറ്റ് പീസുകൾ യൂട്ടിലൈസ് ചെയ്ത് സ്കോർ ചെയ്യാനുള്ള ആഴ്സണലിൻ്റെ ആ ഒരു ടാക്ടിക്സ് അത് വീണ്ടും തുടരാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഇതിലെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പി എസ് ജിയുടെ ഭാഗത്ത് നിന്ന് ഡെംബലെയാണ്. പിന്നെ അതുകൂടാതെ ആഴ്സണലിൻ്റെ ഭാഗത്താണെങ്കിൽ സാക്കയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പം എന്തായാലും ഇവരുടെ ആ ഒരു ഇമ്പാക്റ്റും വലിയ തോതിൽ ഈ ഒരു മത്സരത്തിൻ്റെ റിസൾട്ടിനെ നിർണ്ണയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അപ്പം എന്തായാലും ഒരു വലിയ ആവേശം നിറഞ്ഞ മത്സരം തന്നെയായിരിക്കും. ആഴ്സണലിനെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പി എസ് ജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സമനില പോലും എമിറേറ്റ്സിൽ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.